ഹലോ, അപ്പോൾ അതായത് നമ്മൾ സൺഡേ ഒക്കെ ആയിട്ട് ഇന്നൊരു ചെറിയ സിനിമയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സിനിമ കാണാനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ MG റോഡിലുള്ള ഷെനൈസിലാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി അതിന് നേരെ ഓപ്പോസിറ്റുള്ള റോയൽ ബേക്കേഴ്സിൽ നമ്മൾ കയറി കേട്ടോ. റോയൽ ബേക്കേഴ്സും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് വിശപ്പ് കാരണം നമ്മൾ ചെറിയൊരു കട്ട്ലറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ കട്ട്ലറ്റാണ് പറഞ്ഞത് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നില്ല, പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ ഫുഡ് അൽഫാം മന്തിയായിരുന്നു. അപ്പോൾ അതേ അൽഫാം മന്തി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് തന്നിരിക്കുന്ന ആ പ്ലേറ്റിലേക്ക് ഞാൻ ഒന്ന് സെർവ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മന്തിയും അതിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു മയണൈസും പിന്നെ നമ്മുടെ ഒരു ചട്നിയായിരുന്നു കേട്ടോ. ചട്നി എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് പുതിനയിലയും ചില്ലിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചട്നിയായിരുന്നു. അപ്പോൾ അതേ അൽഫാം നല്ല ചൂടുണ്ടായിരുന്നു. അവരിപ്പോൾ ഫ്രഷ് ആയിട്ട് റെഡി ആയിക്കൊണ്ട് വന്ന സാധനമാണ്. അപ്പോൾ അതേ ഞാനൊരു ചെറിയ ചിക്കൻ പീസും നമ്മുടെ ചട്നിയും മയണൈസും റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട സംഭവം. അധികം ഇങ്ങനെ മസാലയോ അങ്ങനത്തെ ഓവറായിട്ടൊന്നും സ്പൈസി ആയിട്ടുള്ളതോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പോകേണ്ടത് ഷെനൈസിലേക്കാണ്. അപ്പം നമുക്ക് 6:30-ക്കായിരുന്നു നമ്മുടെ ഷോ വരുന്നത്. അപ്പോൾ അതിന് ഇടയ്ക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഡബ്ല്യുവിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കയറി ഒരു ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഡ്രസ്സ് നോക്കി, പക്ഷേ സൈസ് അങ്ങോട്ട് മാച്ച് ആവാത്ത കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ ഒരു ടോപ്പ് തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അതെടുത്തില്ല. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമെന്നെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ തപ്പി നോക്കി. അവിടെ പിന്നെ ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ കേട്ടോ, നമ്മൾ പിന്നെ 2 എടുക്കുകയാണെങ്കിൽ 30%, 3 എടുക്കുകയാണെങ്കിൽ 50%, അങ്ങനെ വരുന്ന കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ നോക്കി, പക്ഷെ നമുക്ക് അങ്ങോട്ട് മാച്ച് ആവുന്നൊന്നും ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്രോസ് ചെയ്ത് നമ്മുടെ ഷെനൈസിലേക്ക് പോവാണ് കേട്ടോ. അതെ, നമ്മുടെ ഷെനൈസിൽ അവിടെ റെസ്റ്റോറൻറ്റും വർക്കിംഗ് ആണ്. അവിടെ 11 to 11 റെസ്റ്റോറൻറ്റ് വർക്കിംഗ് ആണ്. പിന്നെ അവിടെ കഫേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം 5 സ്ക്രീനാണ് നമ്മുടെ ഈ ഷെനൈസിൽ വരുന്നത്. അതിൽ നമ്മൾ കയറിയത് സ്ക്രീൻ 4-ലായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ 1 ആണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്. ഈ സ്ക്രീൻ 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10, 11 ആ ഒരു അത്രയും റോസൊക്കെ വരുന്നുള്ളൂ. അതെ, നമ്മൾ ബുക്ക് ചെയ്തത് സ്ക്രീൻ 4-ലായിരുന്നു. നമുക്ക് അപ്പം അവിടെ മാത്രമേ സീറ്റ് അപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ആയിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളപ്പോൾ ഏറ്റവും ബാക്കിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത്രയും ഒരു സ്പേസേ വരുന്നുള്ളൂ, കുറച്ച് ആളുകൾ മാത്രമേ അതിനകത്തുണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് സൂപ്പറാണ്. നമ്മുടെ സ്ക്രീനൊക്കെ ഇതൊക്കെ നമുക്ക് 4K ഒക്കെ തന്നെയാണ്. അതിനുള്ള കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. സൂപ്പറായിട്ട് നമുക്ക് സിനിമ ആണ് കേട്ടോ. അതെ, നമ്മൾ ഏറ്റവും ബാക്കിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിത് ഈ സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വന്ന സിനിമയുടെ നമ്മൾ പേര് പറഞ്ഞില്ല. നമ്മുടെ സിനിമയിൽ നിന്ന് കാണാൻ വന്നിരിക്കുന്നത് ഓസ്ലറിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓസ്ലർ കുറച്ച് പേരൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ കാണാൻ വന്നതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു സർപ്രൈസ് ഇടയ്ക്ക് വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ എന്താണെന്ന് പറയുന്നില്ല. നമ്മളത് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇത് നമുക്കുണ്ടാകും കേട്ടോ. അങ്ങനെ ഒരു ആ ഒരു ടൈപ്പാണ് സിനിമ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത മെട്രോ സ്റ്റേഷൻ പിടിക്കുകയാണ്. നമ്മൾ മെട്രോയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേ, നമുക്ക് മെട്രോ കിട്ടി. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് കയറി നമ്മുടെ എടപ്പള്ളിലെത്തി. അപ്പോൾ എടപ്പള്ളി എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ, നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ ആ മെട്രോയുടെ എൻട്രൻസിൽ കൂടെ തന്നെ നമ്മുടെ ലുലു മാളിലേക്ക് കയറി. അവിടുന്ന് അങ്ങനെ നമ്മൾ എന്ത് ഫുഡ് കഴിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി നമ്മുടെ ഡൊമിനോസിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ 2 പിസ്സയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത പിസ്സയൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ ഓർഡർ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ പെപ്പർ ബാർബിക്യൂ ചിക്കൻ വരുന്നതും പിന്നെ നമ്മുടെ സാധാ ഒരു മാർഗരേറ്റ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോയും സോസും അങ്ങനെയൊക്കെ സംഭവം കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു കോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെപ്സി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ചെറിയ ബോട്ടിൽ. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഇച്ചിരി സോസും ഒക്കെ അതിൻ്റെ പുറത്തേക്ക് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെപ്പർ ബാർബിക്യൂ ചിക്കൻ ഞാൻ ആദ്യം ഒരു പീസ് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്മോൾ സൈസായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 നമ്മൾ ഓർഡർ ചെയ്തപ്പോഴത്തേന് സ്മോൾ നമുക്ക് മതിയായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെപ്പർ ബാർബിക്യൂ ചിക്കൻ
സൂപ്പർ, അടിപൊളി, ഒരു രക്ഷയില്ല. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചൂടോടുകൂടി നല്ല ചൂടോടുകൂടി നല്ല സോഫ്റ്റായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ മാർഗരിറ്റയാണ്. മാർഗരിറ്റ പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് വരുന്നില്ല. ചീസൊക്കെ തന്നെയാണ് കൂടുതലും അതിനകത്ത് നമുക്കറിയാവുന്നത്. അതും അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിസയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ദേ നമ്മൾ ഇനി നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ദേ പെപ്സി ഇച്ചിരി കുടിച്ചു. അപ്പോൾ പെപ്സി കുടിക്കുമ്പോഴത്തേക്കിന് ആ ഒരു ഇത് ഗ്യാസ് വരുമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഫേസ് അങ്ങനെ അങ്ങ് പോയത്, നമ്മൾ ഫസ്റ്റ് അങ്ങനെ കുടിച്ചത്. അപ്പോൾ അതേ നമ്മൾ പെപ്സിയും കുടിച്ച് ഇപ്പോൾ കുറച്ചൊരാശ്വാസമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഇനിയിപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം കീർത്തി.